ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ചാനൽ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊക്കെ ഓളം വെച്ചിലേക്ക് ഇടുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് റൂമിൽ നിന്ന് എങ്ങനെ ഒരു നല്ലപോലെ എഡിറ്റ് ചെയ്യാമെന്നാണ്. വെച്ചാൽ ലൈറ്റ് റൂം വെച്ചിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ഇല്ല ആദ്യത്തെ കണ്ടന്റ് അതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലൈറ്റ് റൂം, എന്ത് ലൈറ്റ് റൂം, അതിനെക്കാട്ടും വലുത് പ്ലേ സ്റ്റോർ കിട്ടും. ഓക്കെ, നമ്മൾ സമ്മതിച്ചു. പക്ഷെ ലൈറ്റ് റൂം മറ്റേ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യണത് ഒന്നും കൂടി നല്ല പോലെയൊക്കെ തരും. കാരണം അതിൽ കുറേ ഓപ്ഷൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെന്താണ് അതിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെ ലൈറ്റ് റൂം ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും മാത്രമായിട്ട് നമ്മൾ വേറെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ലൈറ്റ് റൂം ഇൻസ്റ്റാൾ ചെയ്താൽ ഓക്കെ, നമുക്ക് ഗൂഗിൾ ഗൂഗിൾ എടുത്തിട്ട് ഇന്ത്യയിൽ പെറ്റൽ സെർച്ചാണ്. പെറ്റൽ സെർച്ച് എടുത്തിട്ട് അതിൽ ഇതടിച്ചോ. ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ ലൈറ്റ് റൂം മോഡ് എ പി കെ ഡൗൺലോഡ് എന്നിട്ട് അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ തരുന്നതായിരിക്കും. ഓക്കെ, അതിൽ കുറച്ച് അടിക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അഡോബ് ലൈറ്റ് റൂം മോഡ് APK v10.1.0 ബ്രാക്കറ്റിലിട്ടിട്ട് പ്രീമിയം അൺലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഡൗൺലോഡ് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഒഫീഷ്യൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ ഓക്കെ, അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈറ്റ് റൂം എടുക്കുക. സാധാരണ എടുക്കുന്ന പോലെ നിങ്ങൾ ലൈറ്റ് റൂം എടുക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഒരു ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇഷ്ടമുള്ളൊരു ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സാധാരണ ഫോട്ടോയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇതാക്കിയിട്ടുള്ളൊരു ഫോട്ടോ എൻ്റെ ഓൾ ഫോട്ടോസിലെടുത്തിട്ട് ഞാനൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോനെ സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫോട്ടോനെ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യും ഗൈസ്. ഓക്കെ, സോറി ഇതല്ല, ഈ ഫോട്ടോ അല്ല, ഈ മാറ്റി. ഓക്കെ, ഈ ഫോട്ടോ അപ്പോൾ ജസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ ഞാൻ സൂം ഇന്നാക്കി. ഇത് ഡൗൺലോഡ് ഇതായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ അപ്പോഴേക്കൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഡൗൺലോഡ് ആയി തോന്നുന്നു. ഓക്കെ, ഇല്ല ഗൈസ്, ഈ ക്യാ ഹോ ഭായ്, ഈ ക്യാ അപരാധ ഹേ, എന്താണ് നിങ്ങളത് അല്ലേ? ഞാനൊരു പാട്ട് ആവുമ്പോഴേക്കൊന്ന് പാടിത്തരാം.
പച്ച പരിഷ്കാരി പച്ച മലയാളി ദുശ മുതലാളി മദ്യം മധ്യരാശി വായെടുത്താൽ വയാടി വാക്കെടുത്താൽ വകത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് ഓക്കെ അല്ലേ. ഇനി പാട്ട് പാടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട, പാട്ട് പാടിയില്ലെന്ന് പറയേണ്ടതല്ല, ഞാൻ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പാടിയെന്നുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മൾ ഓക്കെ സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് എടുക്കുകയാണ്. സബ്ജക്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു ലോഡിങ് കാണിക്കുന്നുണ്ടല്ലോ, ഡിറ്റക്ഷൻ. എന്നിട്ട് എന്താണ് ബോർഡ് മിന്നി തുടങ്ങുന്നു അല്ലേ. യെസ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു നിങ്ങൾ കാണുന്നുണ്ടാവും ഫിൽറ്റർ പോലത്തെ സംഭവം ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് എന്തൊക്കെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ അല്ലേ, എന്തൊക്കെയാണ് അതിൻ്റെ അടിയിലുള്ള. ഓക്കെ അപ്പോൾ നമ്മളൊരു ഫിൽറ്റർ സെലക്ട് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബ്രൈറ്റും ഹൈലൈറ്റും അങ്ങനെ എല്ലാ സാധനങ്ങളും അതിന് ആ ഒരു ഫിൽറ്റർ ഉണ്ടാവും. ഓക്കെ അപ്പോൾ ആ ഫിൽറ്റർ അങ്ങനത്തെ സംഭവങ്ങളാണ് ആ ഒരു ഫിൽറ്ററിൽ അവർ ആഡ് ചെയ്തിരിക്കണമെന്നാണ് സത്യം. അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ നല്ല ഷേഡോ ആയിപ്പോൾ നല്ല എന്താണ് ഷേഡോ വന്ന് ഞാൻ സാധനം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റായി. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫിൽ വയ്ക്കുക. ഓക്കെ അതിൻ്റെ ഒരു ഹാഫിൽ വയ്ക്കുമ്പോൾ ഹാഫിൽ വയ്ക്കുമ്പോൾ ഈ ഒരു ഇതിൽ വയ്ക്കുക. അപ്പോൾ ഒന്നും കൂടി ബ്രൈറ്റായി തോന്നും, ആ ഒരു ഫോട്ടോയിനൊന്നും കൂടി ബ്രൈറ്റായി തോന്നും. ഓക്കെ ഇരുട്ടത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ ഒന്നും കൂടി ബ്രൈറ്റായി തോന്നും. ഓക്കെ അപ്പോൾ അടുത്ത ഓപ്ഷൻ എടുത്ത് നോക്കിയപ്പോൾ എന്താ കറങ്ങണത്, നമ്മളിപ്പോൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തല്ലേ, എന്താ തെണ്ടിത്തരം കാണിക്കുന്നുണ്ട് കേട്ടോ, എന്ത് കഷ്ടമാണിത്. മാറട്ടോ. നമുക്ക് അടുത്ത ഓപ്ഷൻ എടുത്ത് നോക്കാം ഗൈസ്. അടുത്ത ഓപ്ഷന് അടുത്ത ഓപ്ഷൻ പിന്നെ എടുത്ത് നോക്കിയത് എന്തത്, അടുത്ത ഓപ്ഷൻ എടുത്ത് നോക്കാം. അല്ലാടെ അപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഓക്കെ ഗൈസ് ഇതെന്തത് കറങ്ങണിക്ക് മനസ്സിലാവില്ല, അതെന്നെ ചോദിക്കുക. ഓക്കെ അടുത്ത ഓപ്ഷൻ. ഓക്കെ അതിലെന്തൊക്കെയൊക്കെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് തിരിക്കാം ക്രോപ്പ് ചെയ്യാന്ന് വെച്ചാൽ സാധനത്തിൻ്റെ വലിപ്പം കൂട്ടാൻ അതിൻ്റെ ഈ ഒരു എഡ്ജസ് ഉണ്ടല്ലേ, എഡ്ജസിൽ നടുവിൽ രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവില്ല. പിന്നെ ഈ ചെരിക്കണം നിങ്ങൾക്ക് അറിയണമെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ ഫോട്ടോ അങ്ങോട്ട് ചെരിക്കുക ഈ അത് മീഡിയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്നുള്ളൂ കേസ്. ഓക്കെ അയ്യോ അത് തിരിഞ്ഞോ ഓക്കെ തിരിഞ്ഞാന്ന് കുഴപ്പമില്ല, കാരണം ഇത് ജസ്റ്റ് ഒരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല കേസ്. ഓക്കെ നമുക്ക് മാസ്കിങ് എന്താ കുറേ കാണിക്കണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ടിന്ന് ബോർഡ്. പിന്നെ അടുത്ത് ഇറേസ് എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ നമുക്ക് മായ്ക്കുന്ന സാധനത്തിലൊന്നും ഇങ്ങനെ ആ റെഡ് ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മായ്ക്കണ്ടാക്കാം. മാഞ്ഞി ആ ഒരു വര ഞാൻ മായ്ക്കാൻ നോക്കുകയാണേ, വരയും ആ അക്ഷരം ഞാൻ മായ്ക്കാൻ നോക്കുകയാണേ. മായുണ്ടോ നോക്കാൻ നോക്കേ. അക്ഷരം അങ്ങനെ മാഞ്ഞില്ല, എന്നാലും മറ്റേ വര മാഞ്ഞ് ഗൈസ്, വര മാഞ്ഞ്. നമുക്ക് എയിൻ്റെ ഓണാക്കി. ഓക്കെ ഇത് ഓണാക്കിയപ്പോൾ ഇത് അവിടെ റിമൂവ് അത് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഗൈസ്. എന്ത് കഷ്ടമാണിത്, എന്ത് കഷ്ടമാണിത്. പിന്നെ എന്താണ് ഞാൻ ലൈറ്റ് റൂം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഗൈസ്, ഓഫ് കോഴ്സിൽ ഞാൻ ലൈറ്റ് റൂം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരു ആവശ്യത്തിനൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ഇതിപ്പോൾ ഇറേസ് ചെയ്യും, മറ്റേ ഫിൽറ്റർ യൂസ് ചെയ്യും. പിന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അത് ഞാൻ ചെയ്യും. പിന്നെ ക്രോപ്പിങ്, തലകുത്തി മറിച്ചിടൽ, ഇതൊക്കെ ഞാൻ ചെയ്യും ഗൈസ്, ഇതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ ഇത് സംഭവം ചെയ്യണ എപ്പോഴൊന്നും എനിക്ക് ഓർമ്മയില്ല ഗൈസ്, അതാണ്. അപ്പം ഞാൻ ചില ഫോട്ടോസൊക്കെ കിട്ടിയ അപ് ടു ഡേറ്റ് ഞാൻ സംഭവം എഡിറ്റ് ചെയ്യും. ബാക്കായി പോയാ എവിടത് കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ. ഓക്കെ ഇങ്ങനെ ഇപ്പോൾ ചെരിച്ചിട്ടാണ് നമ്മുടെ ഫോട്ടോ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ പിന്നെ മോനെ അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ പോയേക്കുന്നത്.
ഓക്കെ, ഇതിൽ നിന്ന് കുറേ പിക്ചേഴ്സ് ഉണ്ട്, നല്ല മനോഹരമായ അവർ ക്രിയേറ്റ് ചെയ്തൊരു അവരുടേതായിട്ടുള്ള പിക്ചേഴ്സ്. ഓക്കെ. ഓ പിന്നെ മോനെ എന്താണ് ആ പൂച്ചനെ കണ്ണും തുറപ്പിച്ച് നോക്കിക്കണ്. ഹായ് പൂമ്പാറ്റയ്ക്ക് കണ്ണൊക്കെ വെച്ചോ? എലിയിൽ കണ്ണ് വെച്ചാലേ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ നമുക്ക് ഗൈസ്? ഓ പട്ടിയുടേത്, അത് നിർത്തോക്കാം. ഓക്കെ. ഓ പട്ടി ഗൈസ്, ഒരു പട്ടീൻ്റെ ഇതാണ് ഗൈസ് നമ്മൾ കാണുന്നത്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കിയാലോ? നിങ്ങളെന്ത് പറയാം? എന്ത് പറ ഈ സാധനം നമുക്ക് എഡിറ്റ് ചെയ്താൽ ഓക്കെ ഇതാ. ഓക്കേ, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സബ്ജക്റ്റിൽ നോക്കിയപ്പോൾ കറങ്ങണം. ഓക്കെ, അതിൻ്റെ ഫിൽറ്റർ വന്നിരിക്കണം കേസ്. നമുക്ക് നല്ലൊരു ഫിൽറ്റർ കൊടുക്കാം. നല്ല എമൗണ്ട് അതിൻ്റെ ഇത് നോക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ആ നായ്ക്കൊന്ന് തെളിച്ചം വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത് ഫിൽറ്റർ എടുത്ത് നോക്കിയപ്പോൾ ആ നായൻ്റെ കണ്ണിനൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റം വന്ന പോലെ. പിന്നെ അതിൻ്റെ ദേഹം നോക്കുകയാണെങ്കിൽ നിറച്ച് കറുപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിന് ഫിൽറ്റർ എടുത്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റണം. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. നല്ല ബ്രൈറ്റ് കൂടിയ മാതിരി സൂര്യപ്രകാശം ഇങ്ങനെ തട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. ബാക്ക്ഗ്രൗണ്ട് വന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി കേസ്. നല്ല പോലെ ഞാൻ മഞ്ഞ കളറായി കൊടുത്തിരുന്നു. അപ്പോൾ ഒന്നും കൂടി ആ ഒരു ഫോട്ടോൻ്റെ ലുക്ക് കൂടി കേസ്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് ലുക്ക് ചെയ്ത് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേസ്. അപ്പം വേറെ ഗ്ലോ ഇട്ടപ്പോൾ എൻ്റെ മോനെ കേസ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പട്ടി, അതിൻ്റെ കാലും കയ്യൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊന്ന് ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊന്ന് ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ ആ പിക്ചറിന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എടുത്ത് നോക്കാം. യെസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ് ഇപ്പോൾ. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ഇത്. എൻ്റെ മോനെ ഇത് അത്ര തോന്നിയില്ല. സൂര്യപ്രകാശം ഒന്ന് കുറച്ചും കൂടി കൂടിയ പോലെ. അടുത്ത പുല്ലായി, ഗ്രീൻ കളർ കൊടുത്തപ്പോൾ പുല്ലായി. അത് കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത് ലൈറ്റ് റൂമിൻ്റെ യൂസേജ്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്നത് സിമ്പിളായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഞാൻ അപ്പോൾ നല്ലപോലുള്ളൊരു പച്ച ഗ്രാസാക്കി നമ്മൾ ശരിക്കത്തെ പോലത്തെ ആ പട്ടീൻ്റെ ഇതൊന്ന് നോക്കി, ദേഹം മൊത്തം മുഖം ഡോഗ് സീനായിരിക്കുന്നത്. വടിയിലുള്ള ഡോഗാണെന്ന് പറയാണ്ടിരിക്കണമെങ്കിൽ കേസ് നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു കഴുത്തിൽ ആ ചങ്ങലുണ്ടല്ലോ, ചങ്ങലല്ല എന്തോ പറയില്ലേ ഇനി, ആ സാധനം അങ്ങനെ ലോക്കറ്റ് മാതിരി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അതന്നെ, ആ ലോക്കറ്റ് പോലത്തെ ഒരു സാധനം. അത്ര അങ്ങോട്ട് പറഞ്ഞാൽ മതി. മലപ്പുറക്കാരാണ്, അങ്ങനെയാണ് പറഞ്ഞാൽ മതി. അപ്പോൾ പച്ചയോ പിന്നെ ഇപ്പോൾ കാലിൻ്റെ അവിടെയൊക്കെ എന്താണ് സൂര്യപ്രകാശം തട്ടുന്നത് കുറവായി. പിന്നെ അതാ ഒന്നും കൂടി ഇതൊക്കെ പട്ടിക്ക് ഒന്നും കൂടി കളർ വെച്ചു. ഓക്കെ, നമുക്ക് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താ നോക്കണ്ടേ ഗൈസ്? ഇത് നല്ല കറുപ്പായി പോയോ? അയ്യോ നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് പകുതി വയ്ക്കാം. ഇതിനത്ര മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. ബ്രൈറ്റ് പുല്ലിൻ്റെ ബ്രൈറ്റൊന്നും തോന്നിച്ചു തരണേ. ഇതും എന്താണ് പട്ടിയുടെ വാലിൻ്റെ ആ ഭാഗത്തായിട്ടൊരു ഇത് ചോദിച്ചു തരണേ. ഇപ്പം പട്ടിക്കൊരു ഇത് വന്നേ, ഈ ലുക്ക് വന്നിട്ട് ഗൈസ്. ഓക്കെ, ഫിൽറ്ററോ ഗൈസ്, ഫിൽറ്റർ. എൻ്റെ മോനെ ആ മുഖത്തേക്കൊന്ന് നല്ലപോലെ നോക്കി ഗൈസ്. ഇതെന്താ ഈ ഫിൽറ്ററാണ് ഒന്നും കൂടി മാച്ചിങ്. നമുക്ക് അതിൻ്റെ വാലിൻ്റെ അവിടെ നിന്ന് ചെറുപ്പിക്കാം. അയ്യോ മൊത്തം സെലക്റ്റാവില്ലേ? വാലിൻ്റെ അവിടെ മാത്രം മതി. അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ പിടിച്ച് നെക്കണീശ്വരി എന്ത് കഷ്ടമാണ്. നമുക്ക് ആ വാലിൻ്റെ അവിടെ നിന്ന് ശരി വേറെ ഓപ്ഷന് മാസ്ക് എടുത്തതിന്. അപ്പോൾ നമുക്ക് വാലിൻ്റെ അവിടെ ഒന്ന് ഷേപ്പിത്തെടുക്കാം. ഈ പ്രൊസീഡിങ്ങാണ് ഗൈസ് ഏറ്റവും ബോറടി. വാലൊന്ന് ഇങ്ങനെ വളഞ്ഞു വന്നിട്ടുണ്ട് ഗൈസ്. എന്താ കണ്ണൊക്കെ നോക്കണേ, കണ്ണൊക്കെ ഉണ്ട് അതിന് ഒരു നീല ഭാഗം ഉണ്ടല്ലേ പുല്ലിൻ്റെ അവിടെ, അതും കളയാം ഗൈസ്. അതും പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഫോട്ടോ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതന്നെ ഈ ഫോട്ടോ സെറ്റായിട്ടുണ്ടെങ്കിൽ, ഈ ഫോട്ടോ സീനാണെങ്കിൽ, അതോ ഈ ഫോട്ടോ സീനാണെന്നല്ല, ഈ ഫോട്ടോ ഇപ്പം ഞാൻ മറ്റോ എഡിറ്റ് ചെയ്തതിനെക്കാട്ടും ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലേക്ക് ഓടുന്ന ഓപ്ഷനിലേക്ക് അടിച്ച് പൊട്ടിക്കണം ഗൈസ്. എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, ഓൺ ദ സ്പോട്ടിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതാക്കിയതാണ് ഇത് സംഭവം. ഞാൻ ഇപ്പം ഇങ്ങനെ ട്യൂട്ടോറിയൽ ഇടാൻ കാരണം ചിലവർക്ക് ലൈറ്റ് റൂം യൂസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു മണ്ടത്തരമൊക്കെ കാണിച്ചു നോക്കും. അപ്പോൾ ആ ഒരു മണ്ടത്തരം കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ കണ്ടൻറ് അല്ലാണ്ട് നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നല്ല കണ്ടൻറ്റ് വേണം, നല്ല കണ്ടൻറ്റ് വേണമെന്ന്. ഇത് കൊള്ളത്തില്ല അല്ല, ഇത് ഒന്നും കൂടി ഇതാക്കിയില്ല, ഞങ്ങളൊന്ന് ആകാംക്ഷ ഇതാക്കിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യണം, നിങ്ങളത് ചെയ്യണം. ഓക്കെ, നമ്മൾ ഡെയിലി അപ് ടു ഡേറ്റ് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇന്നിപ്പം നമുക്കൊരു 6 മണി, ഇപ്പോൾ നമ്മൾ ഇനി വൈകുന്നേരം ഇടണം. വൈകുന്നേരം ഇട്ടിട്ട് നാളെ രാവിലെ വരുന്നുണ്ടാവുള്ളൂ. കാരണം ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം പിടിക്കും. ഇതിപ്പോൾ ഞാൻ രാവിലെ എത്ര മണിക്കായിട്ട് തുടങ്ങിയതാണ്. രാവിലെ 10 മണിയായിട്ട് 10 മണി 10 മണിയാകുമ്പോൾ തുടങ്ങിയ സംഭവമാണ് ഗൈസ്. കേൾക്കണ്ടോ? ഓൻ്റെ ഇന്ത്യയും കൂടിയിട്ടുള്ള വ്യത്യാസം കണ്ടോ? ഇങ്ങനെ ആ പട്ടീനെ ഒരുമാതിരി ഇതാക്കി വെച്ച് നമ്മൾ അതിൻ്റെ ഒരു നല്ല ലുക്ക് കൊടുത്ത് ആ പച്ച പുല്ലൊക്കെ നല്ലപോലെ ആക്കി. ഓക്കെ, ഇതിൻ്റെ ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത സാധനം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് കണ്ടന്റല്ല, ഇന്നത്തെ ഈ ഒരു ലൈറ്റ് റൂം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ ലൈറ്റ് റൂമിനെ കുറിച്ചിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള വീഡിയോ ഇടുന്നതായിട്ട്, അല്ലാണ്ട് വേറെ കണ്ടൻറ്റുമായിട്ട് പിന്നെയും തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, സി യു.